ഹായ് സ്മിതൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ചെറിയൊരു മോണ്ടിസോറി ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീട്ടിലെല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കിയവർ എന്തായാലും കമന്റ് ഇടണേ. അപ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അന്ന് തന്നെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഇതുകൊണ്ട് എന്തൊക്കെയാണ് നേട്ടങ്ങൾ, അല്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് എന്തൊക്കെയാണ് ഇതുകൊണ്ട് ഉപകാരം. നമ്മൾ എന്തെങ്കിലും പഠിക്കുമ്പോൾ അതിനൊരു ഉപകാരം ഉണ്ടാവണ്ടേ. അത്രയും സിമ്പിൾ ആയ ഒരു ആക്ടിവിറ്റി ആയിരുന്നു. നിങ്ങൾ കരുതും ആ ഒരു ക്ലാസ് ഒന്ന് വേറൊരു ക്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ എന്ത് പഠിക്കാനാണെന്ന്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാട്ടോ ഇന്ന് വന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മളെ കുഞ്ഞുങ്ങളുടെ ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്പ് ആവും എന്നുള്ളതാണ്. അതായത് നമ്മളെ കൈവിരല്, കൈത്തണ്ടയൊക്കെ സ്ട്രോങ് ആവും. അതുകൊണ്ടുള്ള നേട്ടം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പെന്ന് സ്ട്രോങ് ആയി പിടിക്കാനും, അതുപോലെ തന്നെ ഷൂവിന്റെ ലേസ് കെട്ടാനും, പിന്നെ ബട്ടൺസ് ഇടാനൊക്കെ കുഞ്ഞുങ്ങൾക്ക് വിരല് കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയി നിൽക്കും. രണ്ടാമത്തെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ഹാൻഡ് കോർഡിനേഷൻ, അതായത് നമ്മളെ കണ്ണും കൈയൊക്കെ കറക്റ്റ് ആയിട്ട് എന്താ പറയാ കൃത്യമായി ഒഴിക്കാനും ഒക്കെ കുഞ്ഞുങ്ങൾ പഠിക്കും. അതായത് നമ്മളെ ബോൾ ക്യാച്ച് ചെയ്യാൻ, പെന്ന് പിടിക്കാൻ, എഴുതാനൊക്കെ കുഞ്ഞുങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറ്റും. അടുത്തത് കോൺസെൻട്രേഷൻ കൂടും. നമ്മൾ ആ വെള്ളം ഒഴിക്കുന്ന ഒരു ആക്ടിവിറ്റി ചെയ്തിരുന്നില്ലേ, അത് എന്ന് പറയുമ്പോൾ വെള്ളം താഴ്ത്ത് മറിയാതെ കൃത്യമായിട്ട് നമ്മൾ താഴ്ത്ത് വീഴാതെ നമ്മൾ അത് മറ്റേ ഗ്ലാസ്സിലേക്ക് ഒഴിക്കണം. അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ലെവൽ കൂടും. ഒരു 2 to 3 minutes ഒരു കാര്യത്തെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. അടുത്തത് ഇൻഡിപെൻഡൻസ് ആൻഡ് കോൺഫിഡൻസ് ആണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായി ഒരു കാര്യം ചെയ്യാൻ പറ്റും. അതായത് അച്ഛന്റെയോ അമ്മേന്റെയോ സഹായം ഇല്ലാതെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ മനസ്സിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. എന്നെ കൊണ്ട് അത് പറ്റും, സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അടുത്തത് നമുക്ക് മാത്സുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് ഇത് ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് ഉപകാരപ്രദമാവും. അതായത് എംടിയും ഫുള്ളും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ മോർ ലെസ് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഹെവിയും ലൈറ്റും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പേഷ്യൻസും കൺട്രോളും ഒക്കെ പഠിക്കാൻ വേണ്ടി പറ്റും. ഇത് പോറിങ് ആക്ടിവിറ്റിയിൽ ഈ ഒരു വസ്തുക്കൾ, വെള്ളം ആയിക്കോട്ടെ വേറെ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് താഴ്ത്ത് കളയാതെ പതുക്കെ അത് കംപ്ലീറ്റ് ആയി ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് പേഷ്യൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് ഇങ്ങനെ ഒരു ഗെയിം കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഇത് തീരുന്നത് വരെ, ആദ്യത്തെ സമയത്തൊക്കെ ചിലപ്പോൾ കുഞ്ഞുങ്ങള് എന്താ പറയാ പെട്ടെന്ന് ദേഷ്യപ്പെടുമായിരിക്കും. പിന്നീട് പതുക്കെ അത് അവരതിലേക്ക് ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ ആ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി തന്നെ കുറേശ്ശെ ഇതുപോലെ പല ഗെയിമും ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല പലതരം ആക്ടിവിറ്റീസുകളുണ്ട്. അപ്പം ഈ ഒരു മോണ്ടിസോറി മെത്തേഡിലൂടെ നമുക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ കൂടി നമുക്ക് അതൊന്ന് കുറച്ച് ലെവല് മാറ്റി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫിൽ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് എന്താണ്, കുഞ്ഞുങ്ങൾക്ക് ഒരു ജ്യൂസോ വെള്ളമോ എന്തെങ്കിലും കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് തനിയെ ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ജ്യൂസോ എന്ത് തന്നെയാണെങ്കിൽ അത് ഒഴിച്ച് തനിയെ അത് കുടിക്കാൻ വേണ്ടി ശീലിക്കും. പിന്നെ നമ്മളെ പാരന്റ്സിന് ഗാർഡനിങ് ഒക്കെ ഉള്ള ചെയ്യുന്ന സമയത്ത് അതിലേക്ക് വെള്ളം ഒഴിക്കാനൊക്കെ അവർക്ക് അതൊരു സഹായമായി മാറും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന കാര്യം, നമ്മൾ ഒരു കർച്ചീഫ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, അതിലൂടെ തന്നെ അവർക്ക് ഒരു താഴത്തൊരു വെള്ളം മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തുടയ്ക്കണം എന്നുള്ള ഒരു ബോധം കുഞ്ഞുങ്ങളിൽ ചെറുപ്പത്തിലേ അത് ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു ഇന്നലെ നടത്തിയ ആക്ടിവിറ്റിനെ കുറിച്ച് പറയാനുള്ള. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്തായാലും കമന്റ് ചെയ്യണം. എന്നാലേ നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റി ഇടാൻ തോന്നുള്ളൂ. നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആക്ടിവിറ്റി കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നില്ലല്ലോ. അപ്പൊ എല്ലാവരും റെസ്പോണ്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.